ഈ അറസ്റ്റിലായ സുഗതനെ ഇപ്പോൾ തിരുവനന്തപുരത്തെ സെൻട്രൽ ജയിലിലേക്കല്ലേ മാറ്റിയിരിക്കുന്നത്? പോലീസുകാരെ ആക്രമിച്ചതിന് പുതിയൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ. ആ കേസിന്റെ വിവരങ്ങൾ എന്താണ്? ഇന്ന് പുലർച്ചെയാണ് അത്തരത്തിൽ റിമാൻഡിലേക്ക് കാര്യങ്ങൾ നീണ്ടത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തിയത്. പിന്നാലെ കാപ്പ കേസ് പ്രതിയായതുകൊണ്ട് തന്നെ നേരിട്ട് റിമാൻഡ് ചെയ്യുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസിനെ മർദ്ദിച്ചത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കൂടി ചേർത്ത് ഒരു കേസ് കൂടി സുഗതന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ആരോപണങ്ങളാണ്. പ്രധാനമായും സുഗതൻ ഉന്നയിച്ച ആരോപണങ്ങൾ, ഒപ്പം ഭാര്യയും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ. ഈ ദൃശ്യങ്ങളിൽ, ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങളിൽ ഈ കുടുംബത്തിന് നേരെ അത്തരത്തിലുള്ള അതിക്രമം നടന്നു എന്ന് പറയാൻ കഴിയുന്ന രീതിയിലുള്ള തെളിവുകളില്ല എന്നുള്ളതാണ്. അതിന് മുൻപോ ശേഷമോ അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ ഒരു സംശയമുള്ളത്. പക്ഷേ അത് ആരോപണമായി നിൽക്കുകയാണ്. തെളിയിക്കുക എന്നുള്ളത് കുടുംബത്തിന്റെ കൂടി ഒരു ബാധ്യതയായി നിൽക്കുകയാണ്. അപ്പം പോലീസിനും തങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല. കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി സുഗതനുമായാണ് ഇത്തരത്തിലൊരു മൽപ്പിടുത്തവും ബലപ്രയോഗവും ഉണ്ടാകുന്നതാണ് പോലീസും പറയുന്നത്. അപ്പോൾ എന്തായാലും രണ്ടു കൂട്ടരും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. കമ്മീഷണർ പറഞ്ഞത് കൃത്യമായ അന്വേഷണം ആരോപണങ്ങളിലും ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും അത്തരത്തിലൊരു ആരോപണം പോലീസിനെതിരെ നിലനിൽക്കുന്നു. പിന്നീട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ കാപ്പ കേസ് പ്രതിയാണ്, ഒളിവിലായിരുന്നു. അതിനുശേഷം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന്റെ പ്രകാരം വീട്ടിലെത്തിയെന്ന് അറിഞ്ഞ ശേഷം പോലീസ് എത്തുമ്പോൾ തീർച്ചയായും ആ ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ശ്രമിക്കും എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ചെറുത്തുനിൽപ്പുണ്ടാകുന്നത്. നിലവിൽ എന്തായാലും റിമാൻഡിലേക്ക് പോകുമ്പോൾ മറ്റൊരു കേസ് കൂടി സുഗതന്റെ പേരിൽ ചുമത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഈ സംഭവത്തിനിടയിൽ വട്ടിയൂർക്കാവ് CI നിറയൊഴിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. BJP പ്രവർത്തകർ ഉൾപ്പെടെ വളഞ്ഞപ്പോഴാണോ അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകേണ്ടി വന്നത്? SIക്കും CIക്കും പരിക്കുണ്ട് എന്നും പറയുന്നു. അവർ എവിടെയാണ് ചികിത്സ തേടിയിരിക്കുന്നത്? അവരുടെ പരിക്കിന്റെ വിശദാംശങ്ങൾ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? അങ്ങനെ സാരമായ പരിക്കേറ്റിട്ടുണ്ടോ? നിലവിൽ സാരമായ പരിക്കാണ് എന്ന് തോന്നുന്നില്ല. കാരണം കുഴപ്പമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അതായത് ആ ഘട്ടത്തിൽ ചികിത്സ തേടി എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ തന്നെ കമ്മീഷണറും അത് റിപ്പോർട്ട് വന്ന ശേഷം എന്താണ് ആ പരിക്കിന്റെ അവസ്ഥയെന്ന് കൂടി പറയാമെന്ന് പറയുന്നു. നിലവിൽ എന്തായാലും അവർ ഇന്നലെ തന്നെ ചികിത്സ തേടിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് BJP പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ, BJP പ്രവർത്തകർ എന്ന് മാത്രം പറയാൻ കഴിയില്ല, ഈ സുഗതൻ അനുയായികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ ഒത്തുചേർന്നിരുന്നു. ഈ അറസ്റ്റ് തടയുമെന്നുള്ള രീതിയിൽ നിലപാടെടുത്തിരുന്നു. ആ ഘട്ടത്തിലാണ് ഒരു രീതിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള നിലപാട് വരുന്നത്. കാരണം ആ വീടിന്റെ പരിസരത്തിനുള്ളിൽ നിന്ന് സുഗതനുമായ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു, ഈ കയ്യേറ്റ ശ്രമം ഉണ്ടാകുന്നു, വെല്ലുവിളി നടത്തുന്നു. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി പോലീസ് ജീപ്പിന്റെ അടുത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ശ്രമകരമായ കാര്യമായിരുന്നു. കാരണം അത്രമാത്രം ആളുകൾ വെല്ലുവിളിയുമായി പോലീസിന് നേരെയും ഉണ്ടായിരുന്നു. അപ്പോൾ പോലീസ് ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അത്ര വലിയ സന്നാഹവുമായി അല്ല പോയത്. ഒരു സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രം ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്കത് ചെറുത്ത് നിൽക്കുക എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. ആ ഘട്ടത്തിലാണ് വെടിയുതിർത്തത് എന്ന് ഇന്നലെ പോലീസ് പറഞ്ഞു. ഒപ്പം തന്നെ അതിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ കമ്മീഷണർ ഭാഗത്ത് നിന്ന് ഇപ്പോഴെന്തായാലും ഒരു പ്രതികരണം ഉണ്ടാവുകയാണ്. നിലവിൽ എന്തായാലും ക്രമസമാധാന പാലനം ആക്രമിച്ചു എന്നതാണ് ആ കേസ്. അതിനും ഒരു പക്ഷേ കൂടുതൽ അറസ്റ്റിനുള്ള സാധ്യതയാണുള്ളത്.